ഒരു ഇസ്ലാമിക ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള ക്രമത്തിലുള്ള നടപടികൾ എപ്രകാരമാണ്? ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാര്യക്രമം എങ്ങനെയാണെന്നാണ് സഹോദരിയുടെ ചോദ്യം. കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ 4 നിബന്ധനകളെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. സൗന്ദര്യം, സമ്പത്ത്, കുലീനത, ധർമ്മനിഷ്ഠ. ഈ 4 അടിസ്ഥാന നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം നിങ്ങൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യമായി നിങ്ങൾ സ്വയം തൃപ്തിപ്പെടണം. നിങ്ങൾക്ക് വേണ്ടുന്ന ജീവിത പങ്കാളി ധർമ്മനിഷ്ഠയുള്ള വ്യക്തിയായിരിക്കണമെന്ന് നിങ്ങൾക്ക് ബോധ്യമാവണം. സൗന്ദര്യത്തെക്കാളും കുലീനതയെക്കാളും സമ്പത്തിനേക്കാളും എനിക്ക് പ്രധാനം ധർമ്മനിഷ്ഠയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക. ശേഷം നിങ്ങളുടെ മാതാപിതാക്കളോട് ഇക്കാര്യം അവതരിപ്പിക്കുക. ഈ സന്ദേശത്തിൽ നിന്നും വ്യത്യസ്ത വീക്ഷണമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ രക്ഷാകർത്താക്കൾക്കുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ ഒരു സുന്ദരനായ യുവാവിനെ കൊണ്ടോ സമ്പന്നനായ യുവാവിനെ കൊണ്ടോ വിവാഹം കഴിപ്പിക്കണമെന്നായിരിക്കാം അവർ ഒരുപക്ഷെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിലും നബിചര്യയിലും ആദ്യം നിങ്ങൾ സ്വയം തൃപ്തിപ്പെടുക. ശേഷം ആ സന്ദേശം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം നിങ്ങൾക്ക് അനുയോജ്യമായ വ്യക്തിയെ നോക്കിയെടുക്കാൻ നിങ്ങളുമായി ഏറ്റവും അടുത്തവർ നിങ്ങളുടെ മാതാപിതാക്കളാണ്. അത് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. കാരണം അവർ നല്ലത് എന്ന് തീരുമാനിക്കുന്ന വ്യക്തി പക്ഷേ നിങ്ങളുടെ നിബന്ധനകളോട് യോജിച്ചതായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള നിബന്ധന നിങ്ങളുടെ രക്ഷാകർത്താക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സന്ദേശം എത്തിക്കുക. അത് കാരണമായിട്ട് നിങ്ങളും അവരും ഒരേ ആശയത്തിലായിത്തീരും. അല്ലാതെ നിങ്ങളും അവരും വ്യത്യസ്ത ആശയക്കാരാകരുത്. അതിൽ നിങ്ങൾ ലജ്ജിക്കരുത്. കാരണം അവർ എത്രയായാലും നിങ്ങളുടെ മാതാപിതാക്കളാണല്ലോ. ശേഷം നിങ്ങൾക്ക് ബന്ധുക്കളോടും ഇക്കാര്യം പറയാം, അടുത്ത സുഹൃത്തുക്കളോടും പറയാം. ഞാൻ ഒരു ധർമ്മനിഷ്ഠനായ ഇസ്ലാമിക യുവാവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ആ സന്ദേശം നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കിടയിലും പ്രചരിക്കട്ടെ. ആദ്യമായി മാതാപിതാക്കൾ, പിന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും. മൂന്നാമതായി നിങ്ങൾക്ക് അനുയോജ്യനായ വ്യക്തിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഇസ്ലാമിക സംഘടനയെ ബന്ധപ്പെടാം. കാരണം നിങ്ങൾ സമ്പന്നനായ വ്യക്തിയല്ലല്ലോ അന്വേഷിക്കുന്നത്. ബില്യണർ അല്ലെങ്കിൽ മില്യണറിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ടത് ഒരു ബില്യണർ ക്ലബിനെയാണ്. സൗന്ദര്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ സുന്ദരിയെയോ സുന്ദരനെയോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യ മത്സരങ്ങളെ ആശ്രയിച്ചാൽ മതിയാകും. നിങ്ങൾ വെക്കുന്ന നിബന്ധന ഇസ്ലാമികമായതിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിക സംഘടനകളെ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ബയോഡാറ്റ കൊടുക്കുക. നിങ്ങളുടെ ബയോഡാറ്റയും ആശയവും ഒരേപോലെയാണെന്ന് ഉറപ്പുവരുത്തുക. അതിൽ നീളം, നിറം പോലെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ പരാമർശിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരാമർശിക്കുക. അതിൽ നിങ്ങൾക്ക് ധർമ്മനിഷ്ഠനായ ഭർത്താവിനെയാണ് വേണ്ടത് എന്നൊക്കെ പരാമർശിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബയോഡാറ്റകൾ ഇസ്ലാമിക സംഘടനകളിൽ നിന്നും വാങ്ങി താരതമ്യം ചെയ്തു നോക്കാവുന്നതാണ്. ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയപ്പെടുന്ന വല്ല വിവാഹ ബ്യൂറോയെയും സംബന്ധിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിവാഹ ബ്യൂറോയെ സമീപിക്കുക. നിർഭാഗ്യവശാൽ ഇസ്ലാമികമെന്ന് വിശേഷിപ്പിക്കുന്ന മിക്ക വിവാഹ ബ്യൂറോകളും ഇസ്ലാമിക നിബന്ധനകളിൽ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നതിന് പകരം സാംസ്കാരികമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. അമുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പല വിവാഹ ബ്യൂറോകളെയും പറ്റി നിങ്ങൾക്കറിയാമായിരിക്കും. മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിവാഹ ബ്യൂറോകളെയും പറ്റി അറിയാമായിരിക്കും. എന്നാലും നിങ്ങളുടെ ബയോഡാറ്റ അവിടെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും പരിശുദ്ധ ഖുർആനിന്റെയും നബിചര്യയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുന്നതാവും ഉചിതം. ആദ്യമായി രക്ഷാകർത്താക്കൾ, പിന്നെ ബന്ധുക്കൾ, പിന്നെ സുഹൃത്തുക്കൾ, പിന്നെ ഇസ്ലാമിക സംഘടനകൾ. ഇസ്ലാമിക മാസികകളിലെ പരസ്യത്തിലൂടെ നിങ്ങളുടെ താൽപര്യം നിങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കുവാൻ സാധിക്കും. അത് അന്താരാഷ്ട്ര മാസികകളിലൂടെയും ദേശീയ മാസികകളിലൂടെയുമാകാം. മിക്ക ഇസ്ലാമിക മാസികകൾക്കും വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം തന്നെ തിരിച്ചിട്ടുണ്ട്. വധുവിനെ ആവശ്യമുണ്ട്, വരനെ ആവശ്യമുണ്ട്. പൊതുവായ പത്രങ്ങളിലും നിങ്ങൾക്ക് പരസ്യം നൽകുന്നതിൽ കുഴപ്പമില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടേക്കാം. ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. പലപ്പോഴും അത് വഴിതെറ്റിക്കുന്നു. ഇസ്ലാമിക ശരീഅത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമാകാതെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഭർത്താവിന്റെ സവിശേഷതയായി ധർമ്മനിഷ്ഠ, ഇസ്ലാമികം എന്നൊക്കെ കൊടുക്കാവുന്നതാണ്. ഒരു യുവാവാണ് ബയോഡാറ്റ എഴുതുന്നതെങ്കിൽ അതിൽ തനിക്ക് വേണ്ടത് ധർമ്മനിഷ്ഠയുള്ള യുവതിയെയാണെന്ന് എഴുതാവുന്നതാണ്. സൗന്ദര്യം പ്രധാനപ്പെട്ടതാണെങ്കിലും അഭിവാജ്യമായ ഒരു ഘടകമല്ല എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതിക്കൂടാ എന്നില്ല. സുന്ദരിയായ പെൺകുട്ടിയെ വേണമെങ്കിൽ അങ്ങനെയും എഴുതാം. ഇങ്ങനെ നിങ്ങളൊരു ബയോഡാറ്റ എഴുതുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഇത് സഹായിക്കും. നിങ്ങൾ അഭിമുഖത്തിന് പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വ്യത്യസ്ത ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്.
ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള പ്രാഥമിക അഭിമുഖം ഇസ്ലാമികമായിട്ടാണോ നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തുക. എനിക്ക് താങ്കളെ പൂന്തോട്ടത്തിലോ വല്ല തിയേറ്ററിലോ അവസാന സീറ്റിലിരുന്നോ അഭിമുഖം നടത്തണമെന്ന് പറയാതിരിക്കുക. അത് ഇസ്ലാമികമായിട്ടാണോ നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ പുരുഷനാണെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടിലോ പെൺകുട്ടിയാണെങ്കിൽ പുരുഷന്റെ വീട്ടിലോ പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ കൂടെ മഹ്റം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ പെൺകുട്ടിയുടെ കൂടെ അവരുടെ പിതാവോ സഹോദരനോ ഉണ്ടായിരിക്കണം. ആ ആൺകുട്ടിയുടെ കൂടെ അവന്റെ സഹോദരിയോ മാതാവോ ഉണ്ടായിരിക്കണം. ഒരു മഹറത്തിന്റെ മുൻപിലായിരിക്കണം കഴിവതും ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഖുർആനിന്റെയും നബിചര്യയുടെയും അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ മഹറത്തിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ മറ്റാരും കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും വ്യക്തിപരമായ ചോദ്യമുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ തുറന്ന വാതിലുകളുള്ള ഹാളിൽ വെച്ച് സംസാരിക്കുക. എതിർലിംഗക്കാർ തമ്മിലുള്ള ദൂരവും പര്യാപ്തമായ നിലക്കാണെന്നും ഉറപ്പുവരുത്തുക. ഇസ്ലാമിക നിബന്ധനയിലുള്ള ദൂരം പാലിക്കണം. അങ്ങനെയൊക്കെ നടത്തപ്പെട്ടു കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ നിബന്ധന പ്രകാരമുള്ള വ്യക്തിയാണെന്ന് അനുകൂലവും പ്രതികൂലവുമായ പരിഗണനകൾ കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ മുൻപോട്ട് പോകാവുന്നതാണ്. ഞാൻ സഹോദരിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.